വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. എല്ലാവരും അറിഞ്ഞിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ്. സോ നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. അസൈൻമെന്റ് സപ്പോർട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്രൊജക്ടിന്റെ ഗൈഡൻസ്, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷനിലോട്ട് പോകാം. ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 2023 ജനുവരി അഡ്മിഷൻ ഇൻടേക്ക് 2 UG 6ാം സെമസ്റ്റർ, അതുപോലെ തന്നെ 2024 ജൂലൈ അഡ്മിഷൻ ഇൻടേക്ക് 5 PG 4ാം സെമസ്റ്റർ ഡെസർട്ടേഷൻ പ്രോജക്ട് സമർപ്പണം അവസാന തീയതി സംബന്ധിച്ച അറിയിപ്പ്. സോ ഇതിൽ പറയുന്നുണ്ട്, ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: 2024 ജൂലൈ അഡ്മിഷൻ ഇൻടേക്ക് 5 PG 4ാം സെമസ്റ്റർ ഡെസർട്ടേഷൻ പ്രോജക്ട് 20/5/2026, അടുത്ത മാസം 20-ാം തീയതിക്ക് മുമ്പായി പഠിതാക്കൾ ലേണർ സപ്പോർട്ട് സെന്ററുകളിൽ സമർപ്പിക്കേണ്ടതും ലേണർ സപ്പോർട്ട് സെന്ററുകളിലെ രജിസ്റ്റർ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുമാണ്. ഡെസർട്ടേഷൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ലേണർ സപ്പോർട്ട് സെന്ററുകളിലും സർവകലാശാല വെബ്സൈറ്റിലും ലഭ്യമാണ്. ഇതാണ് ഡീറ്റെയിൽസ് വന്നിട്ടുള്ള. അപ്പം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ ആരംഭിക്കുകയാണ്. അത് മാത്രമല്ല, പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം, പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള എൻറ്റയർ കാര്യങ്ങൾ നമ്മൾ ഫുൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ അതെടുത്ത് പറയാണ്, ഒരുപാട് കുട്ടികൾ ഡിഗ്രിക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചവരാണ്. അവർക്ക് പ്രൊജക്റ്റ് ചെയ്ത് പരിചയമില്ല. ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് മാത്രം സബ്മിറ്റ് ചെയ്ത് പോന്നാൽ പോരാ. പ്രൊജക്റ്റ് വിത്ത് വൈവയാണ്. 70 മാർക്ക് പ്രൊജക്റ്റ്, അവിടെ 30 മാർക്സ് വരുന്നത് നിങ്ങൾക്ക് വൈവയാണ്. അതിനെ പറ്റിയിട്ട് പറയാനറിയണം. അപ്പോൾ ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നമ്മൾ മാറ്റി തരും. ഡോണ്ട് വറി. ഓക്കെ, ഒരുപാട് പേർക്ക് ആശങ്കകളുണ്ട് ഇതിനെ പറ്റിയിട്ട്. എന്ത് ചെയ്യണം, ഏത് ടോപ്പിക് എടുക്കണം, ഏത് ടോപ്പിക് എടുത്താലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സജസ്റ്റഡ് ടോപ്പിക്സ് തരും. ഇതിൻ്റെ കണ്ടൻസിനെ പറ്റിയുള്ള വീഡിയോസ്, ഇതൊക്കെ നമ്മുടെ ചാനലിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്ത മാസം കുറച്ച് ദിവസമുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്ത് അവസാനിപ്പിക്കണം. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള ഗൈഡൻസിനും മറ്റു കാര്യങ്ങൾക്കും എൻറ്റയർ സപ്പോർട്ടിനും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യാൻ സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.